എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിനെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. രണ്ടാമത്തത് മുദബ്ബിറുൽ ആലം മഹാനരെ വിശദീകരിച്ച് തനിച്ച കുഫറാണ് പറഞ്ഞെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഒരു വിഷയം അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയാൽ അത് കുഫറുണ്ടോ ഇല്ല എന്ന് നോക്കണം. പിന്നെ പറഞ്ഞെന്ന് കേട്ടു, ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല, ഞാൻ തിരഞ്ഞെടുത്തു. എനിക്ക് പിന്നെ അത് തിരഞ്ഞെടുക്കാനൊന്നും അറിയില്ല. ഞാൻ ആകെ ഒരാളും ഒരു മൊബൈലും ഞാനും വിഷയമാണുള്ളത്, അതുകൊണ്ട് എടുക്കാൻ കിട്ടിയില്ല. ഏതോ ആട്ടെ കേട്ടു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫറാണ്. എന്താ പറഞ്ഞത്? പ്രപഞ്ചം തദ്ബീർ വിശദീകരിച്ചും കൊണ്ട് പറഞ്ഞെന്ന് കേട്ടു ആ കമ്പനിയിൽ നിന്ന്. അത് ഈ ആലം ഒന്നായിട്ട് മഹാനർക്ക് കൊടുത്തതാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ്, അല്ലെങ്കിൽ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കൊടുത്തതാണ്. അതേതുപോലെ നമ്മൾ ഒരാൾക്ക് മൊബൈൽ കൊടുക്കുന്നത് പോലെ ഉപമ നല്ല ഉസിരൻ ഉപമ വെച്ച് ഒരു മൊബൈൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നൽകപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അത് കൊടുത്തു, ഇതായിട്ട് കൊടുത്തു, അതാണ് എന്ന് കൊടുത്തതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇനി എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? മടവൂർ മഹാനരാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിയാണ്, അല്ലെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമാണ്, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്, അല്ലെങ്കിൽ മമ്പർ തങ്ങൾ പാപ്പാണ്, അല്ലെങ്കിൽ ഖാജ മൊഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, സംഗതി പ്രപഞ്ചത്തെ നൽകിയിട്ടുണ്ട്, നിയന്ത്രണാധികാരവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ പൊരുത്തത്തിനെങ്ങാനും ഒരനക്കം സംഭവിച്ചു പോയാൽ കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാനുള്ള അധികാരവും കഴിവും റബ്ബിലാണ്. കൊടുത്ത മൊബൈൽ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും. വാങ്ങിയത് അല്ലാഹു തആല വ്യക്തമായി ഖുർആനിലൂടെ പറഞ്ഞു തരുന്നു. ബൽആൻ, ആ ഖുർആനിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഖുർആൻ താങ്കൾ ഒരു ആവർത്തി ഓതി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അനാബദ്ധമാകുന്ന കുഫറിലേക്ക് നയിക്കപ്പെടുന്ന വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ആരാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പിന്നെ സ്വയം കറാമത്ത് പറയുന്ന ഒരവസ്ഥ, അത് അതിനേക്കാൾ അപ്പുറമാണ്. ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് തന്നെ പകുതി ഖുർആൻ എനിക്ക് മനപ്പാടാണെന്ന്, എന്തേ ഫുള്ളാക്കാൻ കഴിയാണ്ട് ഇപ്പോയത് എന്താവട്ടെ, പകുതി ഖുർആൻ എനിക്ക് പിന്നെ മനപ്പാടാണെന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ വയറ്റിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല, ഉണ്ടെന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല. ഉണ്ടെങ്കിലാണ് ഇപ്പം അതൊക്കെ വർത്താനം. ഉണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ അബദ്ധമാണ്. ഈറ്റ പലതും പല ആളും പറയാറുണ്ട്, അതിലൊന്നും ഒരു സംശയവും ആർക്കും വേണ്ട. ഇതിൻ്റെ മുമ്പ് അതിനേക്കാളൊക്കെ വലിയ പറഞ്ഞു കഴിഞ്ഞുകൾ. മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്തേക്ക് പോയാൻ പറഞ്ഞിരുന്നതൊന്നും വേറെയാണ്. ഇനി എനിക്കും ഇറങ്ങുന്നുണ്ട് വഴി എന്നാ പറഞ്ഞ് അത് പോയപ്പോൾ സംശയം. മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞെന്താണ്? ഈ അവിടുത്തെ നബി, ഞാൻ ഇവിടുത്തെ നബിയാണ്, കത്ത് തിരിച്ചെഴുതിയ ഈ കള്ളനാണെന്ന. പിന്നെന്താ കാന്തപുരസ്താദിനെ ഇത്തോതിൽ കാന്തപുരസ്താദിനെ എങ്ങനെ ഒന്ന് ട്രോളി വെക്കാനുള്ള പൂതി വന്നത്? അത് ആനാബദ്ധമായി പോയി എന്ന കാര്യം തിരിച്ചറിയാതെ പോയല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഇത്രയും വലിയ അബദ്ധത്തിൽ ചാടും നമ്മൾ വിചാരിച്ചു. വിവരക്കേട് പല ആളും ചെയ്യാറുണ്ട്, പക്ഷേ ഇത്ര വലിയൊരു അബദ്ധം ചാടുന്നത് നമുക്കറിയില്ല. കാന്തപുരസ്താദിൻ്റെ വയ്യക്കായി പോയല്ലോ നിങ്ങൾ പോയത്. എന്തേ കാരണം? കുറച്ച് ഉള്ളിലുള്ള കാമ്പ് പുറത്തേക്ക് എടുത്തിട്ടു, ഇതല്ലേ കാരണം? ഉള്ളിലുള്ള കാമ്പ് കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടു കാന്തപുരം ഉസ്താദ്. മറുപടിയില്ലാത്ത ചോദ്യം ഒന്ന് ചോദിച്ചു. അപ്പം പിന്നെ നിന്നോടത്തുനിന്ന് കുത്തൂടി തന്നെ ചായ കുടിച്ചോടത്ത് തകരാറുണ്ടായിരുന്നു, മെട്രോ കുടിച്ചോടത്ത് തകരാറുണ്ടായിരുന്നു, വളമ്പിയോട് അല്ലാതെ രക്ഷയില്ലാതെ പോയി. ഇതേ കാന്തപുരം ഉസ്താദ് തന്നെയാണ് കൊരൂല ശൈഖിൻ്റെ ഉള്ളിലത്തെ എടുത്ത് പുറത്തിട്ടത്, കതിരൂർ ശൈഖിൻ്റെ അതെടുത്ത് പുറത്തിട്ടത് അക്കാലഘട്ടത്തിൽ. ഇനിയിപ്പോൾ കാലഘട്ടത്തിൽ നിങ്ങൾ മെനക്കെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ കാന്തപുരം ഉസ്താദിൻ്റെ ഉള്ളിൽ ആരൊക്കെ പറഞ്ഞിക്കണേ, ഉസ്താദ് ഒഴികെ വേറൊരാൾ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ, തിരുത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് താങ്കളെ പോലെ തന്നെ പുറത്തേക്കും ആവും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം അത്രേ ഉള്ളൂ. ഏതോ ആവട്ടെ, നമ്മൾക്ക് മാലോകരായ മറ്റു മതക്കാരോട് പറയാനുള്ളത്, ഇങ്ങനെ ഇവർ പലതും വിളിച്ചു പറയും, അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം അല്ല, അത് കുഫറിൻ്റെ ആശയമാണ് എന്നേ പറയാനുള്ളൂ. കാരണം മൊബൈൽ കൊടുത്തതുപോലാണെന്നൊക്കെ പറഞ്ഞുവിട്ടാൽ പിന്നെ ആ മൊബൈൽ എന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം അതല്ല. വ്യക്തമായും കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാൻ കഴിവുള്ള റബ്ബാണ്, അധികാരമുള്ള റബ്ബാണ്. അവിടെ കഴിവുള്ളൂ. അവർ കൊടുത്ത കഴിവല്ലാതെ ഒരു മടവൂർ മഹാനർക്കും ഇല്ല, ഒരു മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്കും ഇല്ല, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇല്ല,
ഒരു സൂര്യനുമില്ല, ഒരു ചന്ദ്രനുമില്ല, ഒരു അസ്രായിൽ അലൈഹി ഇസ്ലാമിനുമില്ല, റോഹിന് 1,000 കോടാനുകോടി സെക്കൻഡ് കൊണ്ടാ പിടിക്കുന്നത് അലൈഹി ഇസ്ലാമിനും ഇല്ല, ഒരു മിക്കായിൽ അലൈഹി ഇസ്ലാമിനും ഇല്ല. പ്രപഞ്ചത്തിൽ പല ഭാഗത്തും ഒറ്റയ്ക്ക് മഴ പെയ്യിക്കുന്ന മിക്കായിൽ അലൈഹി ഇസ്ലാമാണ്. അതൊക്കെ റബ്ബ് താഴെ കൊടുത്ത അധികാരവും കഴിവും തന്നെയാണ്. അല്ലാത്തതാരെ കയ്യിലുമില്ല. കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാൻ കഴിയും. അത് വാങ്ങിയിട്ട് കാണിച്ചതാണ് ഖുർആൻ പറയുന്നത്, അതിന്റെ ചരിത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ശരിക്കും മറ്റു മതസ്ഥർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആലിമീങ്ങൾ ഈ കാലഘട്ടത്തിൽ കാന്തപുരം ഉസ്താദാണ്. ആ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ തീർക്കണേ എന്നേ പറയാം. അതിനെക്കാട്ടിലും വലിയ ആൾക്കാർ ഇങ്ങളാകാൻ വേണ്ടി മെനക്കെട്ട് വന്ന് ഈക്കനെ ഒന്നും അല്ലാണ്ടാട്ടാക്കി. പിന്നെ ഈക്ക ഒന്നിനും പറ്റാത്ത ആള്, പേച്ച ആള്, സുന്നില്ലാത്ത ആള്, എല്ലാ നിലക്കും ഇൽമില്ലാത്തവന് എന്തെല്ലാം ആക്കിയിട്ട് ഈക്കനെ എല്ലാ നിലക്കും ഇവിടുന്ന് മണ്ണിട്ട് മൂടാന്ന് വിചാരിച്ച്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം. ഇവനാണ് ഇവരെ സാഹിബുൽ ബക്കറ്റ്. എങ്ങനെയുണ്ട്? ഇവൻ തന്നെ മഹാവിഡ്ഢിയാണ്. പച്ച പൊട്ടത്തരല്ല ഈ പൊട്ടം പറയുന്നത്. പിന്നെ ഇവന്റെ മുരീദ് നൗഷാദ് പിന്നെ വിഡ്ഢിത്തവും പൊട്ടത്തരവും പറയാതിരിക്കോ? നോക്ക് നിങ്ങൾ ഇവൻ പറയുന്നത്. മഹാനായ ശംസുൽ ഉലമനെ നമ്മൾ ഇകഴ്ത്തി ഒന്നിനും പറ്റാതെ ആക്കി, എന്നാൽ വലിയ മഹാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയേ ഇവൻ എവിടെയായിരുന്നു ഈ കാലം വരെ? മാത്രല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവന് ഉമ്മാന്റെ വയറ്റിലുള്ള സമയത്തെ വലിയ മഹാനായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളൊക്കെ കേട്ടതല്ലേ? ഉമ്മാന്റെ വയറ്റിലിരിക്കുന്ന സമയത്ത് എത്രയോ ജുസ് മനപ്പാടാക്കിയ വലിയ മഹാനായിരുന്നു ഇവൻ എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കണേ, ജനിക്കുന്നതിന് മുമ്പേ മഹാനായിരുന്ന ഇവൻ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം എന്നാലും മഹാനായിരിക്കല്ലോ ഇവന്. ഈ കാട്ടുകള്ളൻ ഇവൻ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ? സമസ്തയിൽ ഭിന്നിപ്പ് പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവന്റെ ബാപ്പ അടക്കം ചെന്നപ്പോ ഇവന്റെ ബാപ്പനെയല്ലേ ഇവൻ ഒന്നും അല്ലാതാക്കുന്നത്, സ്വന്തം ബാപ്പനെ തള്ളുന്നതാണ് ഈ കാണുന്നത്. ബാപ്പ സിയം വരില്ലാൻ അടുക്കൽ ചെന്നിട്ട് ഇസ്തിഖാറത്ത് നടത്തിയില്ലേ? ഏതാണ് നല്ലത്, എന്താണ് ചെയ്യേണ്ടത്, ഈ ഭിന്നിപ്പും പ്രശ്നമുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇവന്റെ ബാപ്പയോട് മഹാനായ സിയം വരിയുള്ള പറഞ്ഞത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയും മഹാനായ കാന്തപുരം ഉസ്താദും നയിക്കുന്ന സമസ്ത അതാണ് ഹക്ക്, അതിൽ അടിയുറച്ച് നിന്ന് കൊള്ളണം എന്ന് ബാപ്പയോട് ആര് പറഞ്ഞു? സിയം വരിയുള്ള പറഞ്ഞു. അപ്പൊ മറുവശത്തുള്ള ആളാ ആരാ? ആ സമയത്ത്, ആ ഇസ്തിഖാറത്ത് നടത്തിയ സമയത്ത് മറുവശത്ത് ആരാണ്? ശംസുൽ ഉലമല്ലേ? ആ ശംസുൽ ഉലമ അല്ല ഹൈറ്, ഇപ്പുറത്താണ് ഹൈറ് എന്ന് സിയം വരിയുള്ള പറഞ്ഞു എന്ന് ബാപ്പയോട് പറഞ്ഞു എന്ന് പറഞ്ഞതാരാ? ഇവൻ. അത് പറയുന്ന സമയത്തും ഇവൻ സാഹിബുൽ ബക്കറ്റ് അല്ലേ? ഉമ്മാന്റെ വയറ്റുന്ന ഇവൻ മഹാനല്ലായിരുന്നോ? അത് പറയുന്ന സമയത്ത് ഇവൻ മഹാനല്ലേ? മഹാനായ ഈ സാഹിബുൽ ബക്കറ്റിന്റെ നാവ് കൊണ്ട് പച്ച നുണയായിരുന്നു കാട്ട് കള്ളം പറഞ്ഞിരുന്നത് അന്ന്. അതും സ്വന്തം ജനിപ്പിച്ച ബാപ്പയെ കുറിച്ച് പോലും പറഞ്ഞിട്ട്, സ്വന്തം ജനിപ്പിച്ച തന്തയെ ഉൾപ്പെടുത്തിയിട്ട് കൂട്ടിയിട്ട് പച്ച നുണ ആയിരുന്നു അന്ന് സാഹിബുൽ ബക്കറ്റായ ഈ തമ്മാടി പറഞ്ഞത്. നോക്ക് നിങ്ങൾ, ഇവൻ കാട്ട് കള്ളരാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പൊ ഈ വിളമ്പുന്നത്? ആലോചിക്കാനില്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, സമയത്ത് വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുതുബുൽ പറഞ്ഞത്, അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത്, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഇത് തന്നെയല്ലേ ആ സാഹിബുൽ ബക്കറ്റ്? അല്ല സാഹിബുൽ ബക്കറ്റ്, നീ പ്രസംഗിക്കുന്ന സമയത്തും വലിയ ആൾ തന്നെയല്ലേ, വലിയ മഹാനല്ലേ? അല്ലേ? ഇടയ്ക്ക് അല്ലാതായി പോയിനോ? അല്ല, നീയൊക്കെ എന്താ വിചാരിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ പൊട്ടന്മാര് മാത്രം ആ സമൂഹം എന്നാ? അങ്ങനെയാണോ? ഉമ്മാന്റെ വയറ്റിലുള്ള സമയത്തെ വലിയ മഹാനാണ് നീ എന്ന് നീ പറഞ്ഞിട്ടില്ലേ? ഇവിടെ ഉണ്ട്, ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ നീ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അന്ന് മുതൽ വലിയ മഹാനല്ലേ? ഇത് പ്രസംഗിക്കുമ്പോൾ വലിയ മഹാനല്ലേ? വലിയല്ലേ? സാഹിബുൽ ബക്കറ്റ് അല്ലേ? കളവ് പറയാൻ പറ്റൂലല്ലോ. ഇതൊക്കെ എന്റെ വലിയ മഹാനായ സമയത്ത് എന്തോ ഇൽഹാമിലൂടെയോ അല്ലെങ്കിൽ ഇതിന്റെ വലിയ മഹത്വം കൊണ്ടോ ഒക്കെ കിട്ടിയ ഇൽമ വെച്ചല്ലേ ഈ പറയുന്നത്? ഇതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ താജുൽ ഉലമ മഹാനായ കാന്തപുരം ഉസ്താദ് അവരുടെ കീഴിലാണ് ഹക്ക് എന്ന് മഹാനായ സിയം വലിയുള്ള പറഞ്ഞു എന്ന് നീ പറയാം. അതും എന്റെ തണ്ടനെ ചേർത്താ നീ പറഞ്ഞു കേട്ടോ. ഓക്കെ, അങ്ങനെ പറയുന്ന സമയത്ത് ഈ വലിയ മഹാനാണ്, നിങ്ങൾക്ക് തെറ്റിന്നിട്ട് പറയാനും പറ്റൂല. അപ്പൊ ആ സമയത്ത് താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന സമസ്തന്റെ അപ്പുറത്തുള്ള സമസ്തന്റെ സെക്രട്ടറി ആരാ? സാക്ഷാൽ ശംസുൽ ഉലമ എന്നല്ലേ? ആ ശംസുൽ ഉലമ അല്ല ഹക്ക്, പിന്നെ ആരാണ്? കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും നയിക്കുന്ന സമസ്തയാണ് ഹക്ക് എന്ന് സിയം വലിയുള്ള പറഞ്ഞു എന്റെ തന്തനോട്. ഇങ്ങനല്ലേ പറയുന്നത് അല്ലേ? ഇനി അന്നേരം സാഹിബുൽ ബക്കറ്റുമാണ്, എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതല്ലേ? ഇതൊക്കെ ഇവിടെ ഇല്ലേ? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഈ ശംസുൽ ഉലമ വലിയ മഹാനാണ് ആയിരുന്നു, എന്നിട്ട് നമ്മളൊക്കെ എഴുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പേ ഇതൊക്കെ മറന്നുപോയോ? ഇനി ആ വലിയ സാഹിബുൽ ബക്കറ്റ് ഇല്ലേ? തമ്മാടി